ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 74ാമത്തെ പാർട്ടാണ്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ചെറുതി പാർട്ട് ഇടുന്നതല്ല. ആ പാർട്ടുകൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പാർട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ക്ഷമയും എനിക്കില്ല, സമയവും ഇല്ല. സോറി. ഒരു 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പാർട്ട് തരാമെന്നേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ഇത് നമ്മുടെ 74ാമത്തെ പാർട്ടാണേ. ദേവാ ദേവാ പാർത്തി ഡോറി ശക്തിയായി തട്ടി വിളിച്ചിട്ടും ദത്തൻ വാതിൽ തുറന്നില്ല. ദേവാ, നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. പാർത്തിയുടെ ശബ്ദം ഉയർന്നതും ബെഡിൽ കമിഴ്ന്ന് കിടന്നിരുന്ന ദത്തൻ എണീറ്റ് വന്ന് വാതിൽ തുറന്നു. റൂമിലേക്ക് പാർത്തി കയറി. അവിടെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ദത്തൻ ഒന്നും മിണ്ടാതെ തിരികെ വന്ന് കിടന്നു. എടാ, അവള് പോയി. അവൻ്റെ അരികിലിരുന്നുകൊണ്ട് അവൻ പറഞ്ഞു. പോയിക്കോട്ടെ, ഞാൻ അവളോട് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യരുതെന്ന്. എന്നിട്ടും അവൾ എൻ്റെ വാക്കിന് പുല്ലുവില തന്ന. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും പിന്നെയും തോൽപ്പിക്കുകയല്ലേ ചെയ്തേ. മടുത്തു ഈ നശിച്ച ജീവിതം, അവൻ കമിഴ്ന്ന് കടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അവൻ്റെ ഇടറിയ വാക്കുകളിൽ നിന്ന് തന്നെ അവൻ്റെ മനസ്സിൽ എത്രത്തോളം സങ്കടമുണ്ടെന്ന് പാർത്തിക്കും മനസ്സിലായിരുന്നു. അവൾ വേണമെന്ന് വെച്ചായിരിക്കില്ലടാ. പാർത്തി, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പം പോ, എനിക്ക് കുറച്ചു നേരം വെറുതെ ഇരിക്കണം. ദത്തൻ ഇടയിൽ കയറി പറഞ്ഞ പാർത്തി ഒന്നും മിണ്ടാതെ വാതിൽ ചാരി പുറത്തേക്ക് പോയി. ഇതെന്താ പറഞ്ഞ മുളുത്താനിച്ച് കൂടെ ദേവ് വന്നില്ലേ? ദ്രവിയുടെ കൂടെ പറഞ്ഞേ കണ്ടതും ചെറിയ മുത്തശ്ശി അതിശയത്തോടെ ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ദേവൻ അവിടെ എന്തോ ചില ജോലി തിരക്കുണ്ടെന്ന്. വർണ്ണയ്ക്കാണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം നിൽക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതാ. മോളുടെ മുഖം എന്താ വാടിയിരിക്കണേ? മോള് കരഞ്ഞാ? മുത്തശ്ശി വർണ്ണയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അവൾക്ക് തലവേദനയാണ്, കുറച്ചു നേരം കിടന്നോട്ടെ. ശാരദാമ്മേ, വർണ്ണയ്ക്ക് മുകളിൽ ആ മുറി കാണിച്ചു കൊടുക്കുക. അടുക്കളയിൽ പണിക്ക് നിൽക്കുന്ന ചേച്ചിയോട് ദ്രവ്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ സ്ത്രീ വർണ്ണയും കൂട്ടി മുകളിലേക്ക് കയറിപ്പോയി. അവൾ പോയതും ദ്രവ്യ തറവാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ മുത്തശ്ശി വർണ്ണയുടെ അരികിലേക്ക് പോവാൻ നിന്നുവെങ്കിലും പക്ഷെ ദ്രവ്യ സമ്മതിച്ചില്ല. അവൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ മുത്തശ്ശി, ശല്യപ്പെടുത്തണ്ട. എന്നാലും നിനക്ക് പാർവതിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കായിരുന്നു. ഇനി എന്ത് കേൾക്കാനോ മുത്തശ്ശി? മതി, എനിക്കെല്ലാം മടുത്തു. ഇനി ധ്രുവത്തിൻ്റെ ജീവിതത്തിൽ പാർവതി എന്നൊരു പെണ്ണില്ല. അവൻ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. അത് കണ്ട് നിസ്സഹായിയായി നിൽക്കാൻ മാത്രമേ ആ വൃദ്ധയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. റൂമിലേക്ക് വന്ന വർണ്ണ നേരെ ബെഡിലേക്ക് വീണു. മനസ്സിന് വല്ലാത്തൊരു ഭാരം. ദത്തനോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ സമയം പാർവതി ചേച്ചിയുടെ കൂടെ നിൽക്കാനാണ് തോന്നിയത്. ദത്തൻ ഇനി തന്നെ ഒരിക്കലും അന്വേഷിച്ചു വരില്ലേ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി. ഇല്ല, അവനൊരിക്കലും അതിന് കഴിയില്ല. ഞാനല്ലാതെ അവനെങ്ങനെ പറ്റുക? അവൻ വരും, പക്ഷേ എന്നോട് വെറുപ്പായിരിക്കുമോ? ഒരിക്കലും അവനോട് കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ദേഷ്യമായിരിക്കും. എനിക്കൊരവസരം കൂടെ താഴ്ന്നെത്താ. ഇനി ഞാൻ കള്ളം പറയില്ല, എന്നോട് ക്ഷമിക്കേ. അവൾ തലയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് തളർച്ചയിൽ അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. തനിക്ക് പരിചിതമായ ഒരു സ്പർശം നെറുകയിലേറ്റപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. ചെറിയമ്മ! അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ദത്തൻ, അവൻ വന്നോ? അവനെവിടെ? വർണ്ണ റൂമിന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കുട്ടി ഇങ്ങനെ കരയാതെ, അവൻ വീട്ടിലുണ്ട്, നല്ല ദേഷ്യത്തിലാണ്. ദേഷ്യം ഒന്ന് കുറഞ്ഞ് അവൻ വരും, മോള് സങ്കടപ്പെടാതെ.
ചെറിയമ്മ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ ചെറിയമ്മ, അതല്ലേ എന്നെ വിളിക്കാൻ വരാത്ത, എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ്, കൺമുന്നെ കാണരുതെന്ന് പറഞ്ഞ്. തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിരുമ്പി കരയുന്ന അവളെ കണ്ട് ചെറിയമ്മയ്ക്കും സങ്കടം വന്നു. ഷീലു, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? പെട്ടെന്നെന്തോ ഓർമ്മയിൽ അവൾ തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മോള് താഴേക്ക് വാ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന സങ്കടം കൂടുള്ളൂ. ചെറിയമ്മ അവളെ നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരം ചെറിയമ്മയുടെ അരികിലിരുന്നപ്പോൾ വർണ്ണയ്ക്കും ചെറിയ ആശ്വാസം തോന്നിയിരുന്നു. ദത്തൻ തന്നെ കാണാൻ വരുമെന്ന് കരുതി അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ ഡോറിൻ്റെ അരികിലേക്കും പോയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതും ചെറിയമ്മ തറവാടിലേക്ക് പോയി. അതോടെ മനസ്സിൽ അടക്കിപ്പിടിച്ച സങ്കടങ്ങൾ വീണ്ടും ഉയർന്നു വരുന്ന പോലെ അവൾക്ക് തോന്നി. വർണ്ണ ചെറിയ മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ച് പുറത്തേക്ക് നോക്കിക്കൊള്ളുന്നു. ദത്തനെ പ്രതീക്ഷിച്ചാണ് അവളുടെ കാത്തിരിപ്പെന്നും ധ്രുവിക്കും മനസ്സിലായിരുന്നു. രാത്രി ഒരുപാട് നിർബന്ധിച്ചാണ് വർണ്ണ ഭക്ഷണം കഴിച്ചത്. 10 മണി കഴിഞ്ഞിട്ടും അവൾ ഉമ്മറത്ത് ദത്തനെ നോക്കിയിരിക്കുകയാണ്. അവൻ വരില്ല മോളെ, മോളകത്ത് ചെന്ന് കിടക്ക്. ഇല്ല മുത്തശ്ശി, അവൻ വരും, ഞാനില്ലാതെ അവൻ ഉറങ്ങാൻ പോലും പറ്റില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സമയം ഇത്രയായില്ലേ, ഇനി അവൻ വന്നാൽ തന്നെ ഞാൻ വാതിൽ തുറന്നു കൊടുക്കാം, പോരെ? ധ്രുവി അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഉറപ്പാണോ? വർണ്ണ ആകാംക്ഷയോടെ ചോദിച്ചു. ഉറപ്പ്, ഒരു പുഞ്ചിരിയോടെ അവനും പറഞ്ഞു. പക്ഷെ ദത്തൻ വരുമെന്ന് ധ്രുവിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദത്തൻ തൻ്റെ നെഞ്ചിലേക്ക് വരുമെന്ന വിശ്വാസത്തിൽ വർണ്ണ മുകളിലേക്ക് പോയി. അവൾക്ക് ബെഡിൽ വന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അല്ലെങ്കിലും ഇപ്പം കുറച്ചു കാലമായി അവൻ്റെ സാന്നിധ്യമില്ലാതെ, അവൻ്റെ ചൂടില്ലാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് അവളും മനസ്സിനും അറിയായിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ഒരു തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയതും ആ കാറ്റിൽ പോലും ദത്തൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ അടച്ച് ഇരു കൈകളും വിടർത്തി അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നീടെപ്പോഴോ ക്ഷീണം കൊണ്ടും കണ്ണുകൾ അടയാൻ തുടങ്ങിയതും അവൾ വന്ന് വെട്ടിക്കിടന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടി പുന്നാര മോളെ, കള്ളം പറയരുതെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് നീ കള്ളം പറഞ്ഞു. ഇറങ്ങിക്കോണം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന്, ദത്തൻ അലറി. ദത്ത, ഞാൻ മിണ്ടിപ്പോവരുത്, ഇറങ്ങ്, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ. ദത്തൻ തന്നിൽ നിന്ന് അകന്നു പോകുന്നു നോക്കി അവൾ അലറി കളഞ്ഞു. പതിയെ അവൻ പോയ വഴി ഒരു പുകമറയാൽ മൂടി. അവൻ്റെ അരികിലേക്ക് എത്ര ഓടിയെത്താൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കാലുകൾ കുഴഞ്ഞ് അവൾ താഴെ വീണു. എന്നിട്ടും അവൾ എഴുന്നേറ്റ് പിന്നാലെ ഓടി. ദത്ത, അവൾ വിളിച്ച് ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അപ്പോഴേക്കും 2 സുരക്ഷിതമായ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചിരുന്നു. വർണ്ണയ്ക്ക് താൻ കണ്ട സ്വപ്നത്തിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ദത്ത, നീ വന്നോ? എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. ഞാനില്ലാതെ നിനക്ക് പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? വർണ്ണ ദത്തന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ ദത്തൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി പോലും ഉണ്ടായില്ല. ദത്ത, എന്താ ഒന്നും മിണ്ടാത്തെ? വീണ്ടും അവൻ്റെ ഭാഗത്തേക്ക് മൗനം മാത്രമായിരുന്നു. വർണ്ണ കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ വല്ലാതെ കോലം കെട്ടുപോയിരുന്നു. മുടിയെല്ലാം ആകെ അലങ്കോലമായി. ഓഫീസിൽ നിന്നും വന്ന് മുഷിഞ്ഞ ഷർട്ട് പോലും മാറിയിട്ടില്ല. ദത്ത, എന്നോട് ദേഷ്യമാണോ? അതാണ് ഒന്നും മിണ്ടാത്തെ? തൻ്റെ കൈ ദത്തൻ്റെ കവിളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ദത്തൻ ഒന്നും മിണ്ടാതെ മലർന്നു കിടന്ന് മുഖത്തിന് കുറുകെ കൈവച്ച് മറച്ചു. വർണ്ണ കുറച്ചു നേരം അവനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. ശേഷം
ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അരികിലായി വന്ന് കിടന്നു. ദത്തൻ തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, കുഞ്ഞെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ. വർണ്ണയുടെ മനസ്സ് വല്ലാതെ കൊതിച്ചുപോയി. കണ്ണിൽ നിന്ന് നിർത്താതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. കരച്ചിലിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതെ ഇരിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. മുഖം തലയിണയിലേക്ക് ചേർത്ത് വെച്ച് കിടന്നു. എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നീട് വീണ്ടും ദത്തൻ്റെ കൈകൾ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. അതിൽ നിന്നും അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് അവൾക്കും മനസ്സിലായി. വർണ്ണ തിരഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. സോറി, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ അപ്പോഴും മൗനം മാത്രമായിരുന്നു മറുപടി. പരസ്പരം ഒന്നും മിണ്ടാതെ, ഒന്നും സംസാരിക്കാൻ കഴിയാതെ ആ മുറിവിൽ ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ മാത്രം ഉയർന്നു കേട്ടു. ഒപ്പം ആ നിശബ്ദതയെ ഇല്ലാതാക്കാൻ എവിടെ നിന്നോ ഏതോ പാട്ടിൻ്റെ വരികൾ ചെറിയ ശബ്ദത്തിൽ ഉയർന്നു കേട്ടു. ഉറവാടും വേളை കണ്ണീർ കമലം താനാ മുഖം കാട്ടനീ മുഴുവൻ പനി ഓടാതെ നീ இதழோரமாய் சிறு புன்னகை நீ காட்டடி ஏ முல்லையே நீ கவிதைகளா கனவுகளா கயல் விழியே நான் நிகழ்ந்ததுவா കടന്നതുവാ ബദൽ മൊഴിയേ. വരികൾക്ക് കാതോർത്തുകൊണ്ട് ധ്രുവി കയ്യിലെ കുപ്പിയിലെ അവസാന തുള്ളി മദ്യവും വായിലേക്ക് കമഴ്ത്തി. അവസാനം ബോധം മറിഞ്ഞ് അവൻ ബെഡിലേക്ക് വീണു. എന്തിനാടി എന്നെ ഇങ്ങനെ എപ്പോഴും കൊല ചെയ്യുന്നേ? എന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും എന്തിനെന്നിങ്ങനെ വേദനിപ്പിക്കണേ? അവൻ പാതി ബോധത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊരിടത്ത് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പാർവതിയും. തനിക്ക് വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു. മറ്റൊരാളുടെ വാക്കുകേട്ട് താൻ വീണ്ടും ചതിക്കപ്പെട്ടിരിക്കുന്നു. താൻ കാരണം ഇപ്പം എത്ര പേരുടെ ജീവിതം ഇല്ലാതായി, എത്ര പേർ സങ്കടപ്പെടുന്നു. താൻ എല്ലാവരുടെയും മുന്നിൽ വെറുക്കപ്പെട്ടവളായി. ഓരോന്നാലോചിക്കും തോറും പാർവതിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വർണ്ണ ഈ വീട്ടിൽ നിന്നിറങ്ങിയതിന് ശേഷം പിന്നീട് ആരും തന്നോട് മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖത്ത് വെറുപ്പും മാത്രമാണ്. എന്തിനു പറയുന്നു, വർണ്ണയെ ഇഷ്ടമല്ലാത്ത തൻ്റെ സ്വന്തം അമ്മ പോലും ഇപ്പോൾ തന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അത്രത്തോളം ഓരോരുത്തരുടെയും മനസ്സിൽ വർണ്ണ സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു. പാർവതി പലതവണ ധ്രുവിയുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അവനോട് തനിക്ക് വെറുപ്പായിരുന്നുവെങ്കിലും അവൻ്റെ ഈ അവഗണന എന്തുകൊണ്ട് തന്നെ ഇത്രയേറെ വേദനിപ്പിക്കുന്നുവെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം വർണ്ണ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ ദത്തൻ എണീറ്റ് പോയിരുന്നു. അവൾ എണീറ്റ് ഫ്രഷായി വന്നു. ഫോണെടുത്ത് ദത്തൻ്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും അറ്റൻഡ് ചെയ്തില്ല. അവൾ നിരാശയോടെ ഫോൺ ചാർജിനിട്ട് താഴേക്ക് വന്നു. അവൾ താഴെ എത്തുമ്പോൾ ധ്രുവി ഹോസ്പിറ്റലിൽ പോവാൻ തിരക്കിട്ട് നിൽക്കുകയാണ്. വർണ്ണയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് പോയി. വേഗം തന്നെ കാറിൽ കയറി പുറത്തേക്ക് പോയി. അവൾ കുറച്ചു നേരം ഗേറ്റിനരികേക്ക് തന്നെ നോക്കി നിന്നു. ശേഷം മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു. മോളെ എണീറ്റോ? മുത്തശ്ശി ചായ കപ്പെടുത്തുകൊണ്ട് അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി.
ദത്തന് ഇന്നലെ എപ്പോഴാ മുത്തശ്ശി വന്നേ? എന്താ ദേവൻ്റെ കാര്യമാണോ മോള് ചോദിക്കണേ? ആ മുത്തശ്ശി, അതിനവൻ ഇന്നലെ വന്നിട്ടില്ല മോളെ. മുത്തശ്ശി പറയുന്നിട്ട് പറഞ്ഞൊന്ന് ഞെട്ടി. ഇല്ല മുത്തശ്ശി, അവൻ വന്നിരുന്നു. ഈ കുട്ടി ഇതെന്തൊക്കെയാ പറയണേ? ദൈവം വന്നാൽ ഞാൻ അറിയാതിരിക്കുമോ? മോള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മുത്തശ്ശി ചിരിയോടെ പറഞ്ഞ് തൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഇനി ശരിക്കും അത് സ്വപ്നമായിരുന്നോ? പറഞ്ഞയും സ്വയം ഒന്ന് ആലോചിച്ചു. പിന്നെ പിള്ളേരെ, ഇന്നലെ ഞാൻ എൻ്റെ അനിയനായിട്ട് ഇങ്ങനെ പുറത്ത് പോയിരുന്നു കേട്ടാ. പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനിയൻ പറഞ്ഞു, ഡി അമ്മു, ദാ അവിടെ കൈ നോക്കണ അമ്മൂമ്മ ഇരിക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാന്ന്. എൻ്റെ കല്യാണം എന്നാ നടക്കാന്നെങ്കിൽ അറിയാലോന്ന്. ബഹുമാനം കുറച്ച് കൂടുതലായാലും എന്നെ അവൻ പേരെ വിളിക്കുള്ളൂ കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു, നിനക്കെന്താടാ വട്ടുണ്ടാ? ഇതൊക്കെ വെറുതെ പറ്റിക്കലാണ്, ഇതോട് പൂച്ച. അപ്പം അനിയൻ പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നോക്കാം. അവൻ്റെ കൈ നോക്കിയിട്ട് ആ അമ്മമ്മ മുടുക്കത്തെ പുഴുത്ത് കഴുത്തല്. അവനെക്കുറിച്ച് കുറേ നല്ലതൊക്കെ പറഞ്ഞു. ഇത് കൊള്ളാല കളി. 100 രൂപ പോയാലും ആരുടെയെങ്കിലും വായിൽ നിന്ന് 2 നല്ല വാക്ക് കേൾക്കാലോ. ഞാനും എൻ്റെ കൈ അങ്ങ് നോക്കി വെച്ചു. ഞാൻ കൈ നീട്ടേണ്ട സമയം അമ്മിച്ച് എന്നെ കുറേ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. സംഭവം സത്യങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാവോ? എൻ്റെ 100 രൂപ പോയത് വെച്ചം. അവസാനം ഒരു ഡയലോഗ്, ഉടൻ തന്നെ മാംഗല്യയോഗം കാണുന്നുണ്ടെന്ന്. ഇനി എങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ദത്തനും പറഞ്ഞ് എന്ത് ചെയ്യും? സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ടി കല്യാണം കഴിഞ്ഞ പിള്ളേരാണ്. ഇപ്പം 10-70 പാർട്ടായിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് പോലും ഞാൻ നടത്തി കൊടുത്തിട്ടില്ല. ഇനി ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും? പാവം ഞാൻ. ഇത്രയും ടെൻഷൻ്റെ ഇടയിലും ഞാൻ സമയം കണ്ടെത്തി സ്റ്റോറി പോസ്റ്റ് ചെയ്യണില്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു സന്തോഷത്തിന് റേറ്റിംഗ് റിവ്യൂ ഒക്കെ തന്നൂടെ? അതെങ്ങനെയാ? സ്നേഹം വേണം, സ്നേഹം. അപ്പം ബൈ, ഞാൻ പോവാണ്. ബൈ.